അവർക്ക് വന്നിട്ട് കുറച്ച് പ്രൈവസിയോടെ കുറച്ച് മെമ്പേഴ്സ് മാത്രമായിട്ട് മതി എന്നൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. സോ തിരുപ്പതിയിലെ കല്യാണം വേണം എന്നുണ്ടായിരുന്നു. സോ അതിന് എൻ്റെ വീട്ടിൽ ഓക്കെ പറഞ്ഞു. അപ്പോൾ മിനിമലായിട്ടുള്ള മെമ്പേഴ്സ് മതി, ക്ലോസ് റിലേറ്റീവ്സ് മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ സിസ്റ്റേഴ്സ്, അങ്ങനെയുള്ള ഫാമിലി, പിന്നെ എൻ്റെ അച്ഛൻ്റെ സിസ്റ്റേഴ്സ്, എൻ്റെ സൈഡിൽ നിന്ന് അത്രയും പേരേ ഉള്ളായിരുന്നു. അവരുടെ ഫാമിലി അവിടെ 10 പേര് തന്നെ, 10 പേരെ ഉള്ളായിരുന്നു. ആകെ 50 പേരെ ഉള്ളായിരുന്നു. ഒരു പ്രൈവറ്റ് വെഡിങ്. എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മളിത് നെക്സ്റ്റ് ഡേ ഇവര് തമിഴിലെ കുറച്ച് ആചാരങ്ങളൊക്കെ ഇല്ലേ, അപ്പം നെക്സ്റ്റ് ഡേ വന്നിട്ട് ഇങ്ങനെ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന്, നമ്മളുടെ അടുക്ക കല്യാണം കഴിഞ്ഞോണ്ട് ചെക്കൻ്റെ വീട്ടിൽ കയറണം. അവർക്ക് നെക്സ്റ്റ് ഡേ വന്നിട്ട് പെണ്ണിന്റെ വീട്ടിലിട്ട് വരണം എന്നുണ്ട്. സോ ഞങ്ങൾ ഈ തിരുപ്പതിയിൽ മാരേജ് കഴിഞ്ഞിട്ട് സ്വാമിയെ തൊഴാൻ പോയി. അവിടെ ക്യൂ അല്ലേ. അത് കഴിഞ്ഞ് ഒരുപാട് ലേറ്റായിട്ട് നൈറ്റായി ഞങ്ങൾ വന്നപ്പം. ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് എടുത്ത് ഞങ്ങൾ വന്നു. സോ ഞങ്ങൾ അനൗൺസ് ചെയ്യാനായിട്ട് ഇച്ചിരി ലേറ്റായി. ഞങ്ങൾ ആ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്തപ്പം പ്ലാൻ എന്തെങ്കിൽ വെഡിങ് 2nd 13th റിസപ്ഷൻ. സോ റിസപ്ഷൻ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അനൗൺസ് ചെയ്യാൻ തന്നെ ഞാൻ റിസപ്ഷൻ എല്ലാം പ്ലാൻ ചെയ്തു. പക്ഷെ അതിക്ക് മുമ്പിൽ ഇത് ന്യൂസ് ലീക്കായത്. ആരോ ഫോട്ടോ എടുത്തപ്പോൾ അത് എന്തോ അവർ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് അങ്ങനെ ലീക്കായി. പിന്നെ അത് പെട്ടെന്ന് രഹസ്യ കല്യാണം അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ ആക്ച്വലി ഫ്ലൈറ്റ് ഇവിടെ ചെന്നൈയിൽ നിന്ന് കൊച്ചിനിൽ വന്നപ്പോഴേ ഇതെല്ലാം കാണുന്നത്. നിങ്ങൾ എന്തായാലും പ്രേമിച്ചൊക്കെ കല്യാണം കഴിച്ച ആൾക്കാരല്ലേ, അപ്പൊ ഒന്ന് പ്രൊപ്പോസ് ചെയ്ത് നോക്കുന്നു. ചേട്ടൻ തമിഴ് സ്റ്റൈലിൽ പ്രൊപ്പോസ് ചെയ്യണം, ചേച്ചി മലയാള സ്റ്റൈലിൽ റെസ്പോണ്ട് ചെയ്യണം. ഐ ലവ് യു അല്ലേ ഞാൻ പ്രൊപ്പോസ് ചെയ്യാം. ഓക്കേ ശ്രീജ, இப்போ ஒரு சிச்சுவேஷன் பார்த்துக்க. ஒரு வீடு, அந்த வீட்டில் ஒரு அழகான ரோசா செடி. நீ காலையில் வந்து தண்ணி ஊத்துற, அதை நான் வந்து பக்கத்தில் நின்று பார்க்குறேன். அப்படியே உன்னை இடுப்பில் கட்டி பிடிச்சி உன் தோலில் தலையை வச்சு 2 பேரும் இந்த ரோசா செடியை ஒவ்வொரு நாளும் ரசித்து பார்த்தா எவ்வளோ அழகாக இருக்கும்ல. ഞാനത് പറയട്ടെ. വീട്ടിലെ അഴകാണ് റോസാ ചെടി, നിങ്ങൾ വെള്ളം ഒഴിക്കണം, ഞാൻ നോക്കി രസിച്ച് നിൽക്കും. അപ്പോൾ ഞാൻ വീട്ടിൽ തോട്ടക്കാരനാ? പിന്നെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ തോട്ടക്കാരിയാണ്. നീ വെള്ളം ഒഴിക്കും, ഞാൻ നോക്കി. ഞാൻ ഇടുപ്പ് വന്ന് അണച്ചിട്ട് ഇത് രസിക്കും പറഞ്ഞു. ഓക്കെ ശരി. അപ്പം ആദിപരാശക്തിയിലെ ദേവിയാണ് ഇപ്പൊ പ്രപ്പോസൽ, ചേട്ടന്റെ പ്രപ്പോസൽ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. വിവാഹത്തിലേക്ക് ചേച്ചി വരുന്നതിന് മുന്നേ ഒരു ലൈഫ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ലൈഫിൽ ഈ ദേവി മഹാത്മ്യം, സാമയപ്പൻ അതൊക്കെ ചെയ്യുന്ന സമയത്ത് ചേച്ചി പുറത്തിറങ്ങുന്ന സമയത്ത് അധികം കുടുംബ പ്രേക്ഷകർ ഈ അമ്മമാരൊക്കെ